ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഓരോ പാർട്സ് റീപ്ലേസ്മെന്റ്. അതായത് പാർട്സ് റീപ്ലേസ്മെന്റ് ഞാൻ ഉദ്ദേശിച്ചത് വാഹനത്തിനകത്ത് ഇപ്പോൾ നമ്മളൊരു എയർ ഫിൽട്ടർ, സ്പാർക്ക് പ്ലഗ്, ഫ്യൂൽ ഫിൽട്ടർ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ കറക്റ്റ് ഒരു പീരീഡ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ചില പാർട്സുകൾക്ക് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എയർ ഫിൽട്ടർ ആണെങ്കിൽ ഒരു 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 ഇയേഴ്സ് എന്ന് പറയും. പ്ലഗ് ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ 4 ഇയേഴ്സ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫ്യൂൽ ഫിൽട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പെട്രോൾ ഫിൽട്ടർ ആണെങ്കിൽ ഏകദേശം 40,000 കിലോമീറ്റർ ആണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾക്കൊക്കെ വരുമ്പോൾ 1,00,000 കിലോമീറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഡിപ്പെൻസ്, ഇതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പീരീഡ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു കണ്ടീഷൻ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് കണ്ടീഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം എയർ ഫിൽട്ടർ ശരിക്കും പറഞ്ഞാൽ 40,000 കിലോമീറ്റർ, അതായത് 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 വർഷം പറയുന്ന ഒരു സമയത്ത് നമ്മൾ ഓടിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ നമ്മുടെ വാഹനം പോകുന്ന ഒരു രീതി ഭയങ്കര ഡസ്റ്റി ഏരിയ എന്ന് വെക്കുക. അതായത് എവിടെയെങ്കിലും പണി നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ തന്നെയാണ് നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രീതിക്ക് ഡസ്റ്റ് കയറും നമുക്ക് തന്നെ അറിയാം. അങ്ങനത്തെ രീതിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നേരത്തെ എയർ ഫിൽട്ടർ മാറി വിട്ടോണം. അതായത് ഓരോ സർവീസിൽ ചെല്ലുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ വിളിച്ച് പറയും ഇന്നപോലെ എയർ ഫിൽട്ടർ ബ്ലോക്ക്ഡ് ആണ് അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗിന് മടുപ്പുണ്ട്, കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താ, ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇവർക്ക് ടാർജറ്റ് കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്തിനാ ഇപ്പം മാറാനുള്ള സമയം ആയിട്ടില്ലല്ലോ എന്നൊക്കെ പലരും ചിന്തിക്കുന്ന സമയത്ത് അതൊരു തെറ്റായ ചിന്തയാണ്, അല്ലെങ്കിൽ ആ ഒരു ധാരണ തെറ്റാണ്. കാരണം ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് അതുപോലെ ചോക്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് മടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് റീപ്ലേസ് ചെയ്ത് വിടണം. കാരണം വാഹനത്തിൻ്റെ ഹെൽത്തിന് വരെ അത് ഇഷ്യൂ വരുന്ന ഒരു കേസാണ്. കാരണം എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചോക്ഡ് ആണെന്നുണ്ടെങ്കിൽ വാഹനത്തിലോട്ട് എയർ എടുക്കാനുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറയും, വാഹനത്തിൻ്റെ പുള്ളിങ് ലെസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിലോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന ഒരു കണ്ടീഷൻ, അതായത് നിങ്ങളിപ്പോൾ വാഹനം ഓടിക്കുന്ന ഒരു കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ, മോശമായ ഒരു സ്ഥലത്ത് കൂടെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പാർട്സുകളൊക്കെ നേരത്തെ റീപ്ലേസ് ചെയ്ത് വിട്ടോണം. പിന്നെ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഫ്യൂൽ ഫിൽട്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും? കാരണം ഫ്യൂൽ ഫിൽട്ടർ വരുന്നൊരു മെറ്റൽ കേസാണ്, അത് ചോക്ഡ് ആയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ഫ്യൂൽ അടിക്കുന്ന ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണെങ്കിൽ, ഇത് എൻ്റെ റെക്കമെൻഡേഷൻ മാത്രമാണ്, ഫ്യൂൽ അടിക്കുന്ന ഒരേ സ്ഥലത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ കഴിവതും അവിടെ മോശമുള്ള ഫ്യൂൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫ്യൂൽ ഫിൽറ്ററൊക്കെ നേരത്തെ ഒന്ന് മാറി വിട്ടാലും വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഇൻ കേസ് അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഫ്യൂൽ ഫിൽറ്റർ ഒന്നും പ്രശ്നം വരാൻ സാധ്യത കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻക്ലൂഡിങ് എ സി ഫിൽറ്റർ ഒക്കെ പറയുന്നത് 10,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ ആണ് കാലാവധി വരുന്നത്. പക്ഷേ നമ്മുടെ വാഹനത്തിനകത്ത് കൂടുതൽ ഡസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കയറി ചോക്കായി പോകും, അതായത് പെട്ടെന്ന് ഇത് അടഞ്ഞു പോകും. അങ്ങനെ അടഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് റീപ്ലേസ് ചെയ്ത് വിടണം. അത് ഓരോ സർവീസിനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരോട് മസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു വേണം.